ഫ്രഞ്ച് ലീഗിലെ അവസാന ഹോം മത്സരത്തിൽ തോൽവിയറിഞ്ഞ PSG. ടുളൂസാണ് 1-3 ഗോളിന് എംബാപ്പയെയും സംഘത്തെയും വീഴ്ത്തിയത്. സീസണിന് ശേഷം ടീം വിട്ട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്ന എംബാപ്പയുടെ അവസാന ഹോം മത്സരത്തിന് കൂടിയാണ് കാണികൾ സാക്ഷ്യം വഹിച്ചത്. ലീഗിലെ PSGയുടെ രണ്ടാമത്തെ മാത്രം തോൽവിയാണിത്. കിലിയൻ എംബാപ്പെ ഒഴികെയുള്ള മുഴുവൻ താരങ്ങളെയും മാറ്റിയാണ് കോച്ച് ലൂയിസ് എൻറിക്കെ പ്ലേയിങ് 11 ഇറക്കിയത്. 8-ാം മിനിറ്റിൽ എംബാപ്പയിലൂടെ PSG ആണ് ആദ്യം ഗോളടിച്ചത്. എന്നാൽ 5 മിനിറ്റിനകം ദിയേറയുടെ അസിസ്റ്റിൽ തൈജസ് ഡെല്ലിംഗയിലൂടെ ടുളൂസ് തിരിച്ചടിച്ചു. തുടർന്ന് ആദ്യ പകുതിയിൽ കാര്യമായ അവസരമൊരുക്കാൻ ഇരു ടീമിനും കഴിഞ്ഞില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മാർക്കോ സെൻസിയോയ്ക്ക് സുവർണ്ണ അവസരം ലഭിച്ചുവെങ്കിലും ഹെഡർ പുറത്തേക്കായിരുന്നു. തൊട്ടുപിന്നാലെ എംബാപ്പയും ഡാനിലോയും അവസരം പാഴാക്കി. എന്നാൽ 68-ാം മിനിറ്റിൽ യാൻ അത്യുഗ്രൻ ഗോളിലൂടെ ടുളൂസിന് ലീഡ് സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൻ്റെ 5-ാം മിനിറ്റിൽ ഫ്രാങ്ക് മക്രി കൂടി ലക്ഷ്യം കണ്ടതോടെ ടുളൂസ് വിജയം പൂർത്തിയാക്കി. ലീഗിൽ തുടർച്ചയായ 3-ാം വർഷവും ചാമ്പ്യന്മാരായ PSGക്ക് 2 മത്സരങ്ങൾ കൂടിയാണ് ശേഷിക്കുന്നത്. 26-ന് ലിയോണുമായി ഫ്രഞ്ച് കപ്പ് ഫൈനലിൽ PSG ഏറ്റുമുട്ടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.